എനിക്കങ്ങനെ കയറി പോകണമെന്ന് ആഗ്രഹം ഒരു കാലത്തുമില്ല. അപ്പോൾ ഞാൻ 2 തവണ മിനിസ്റ്ററായില്ലേ. എന്നെ ചീത്ത പറയാൻ വേണ്ടി രഹസ്യമായി ആളുകളെയൊക്കെ സംഘടിപ്പിച്ച്, ആരും പറയാറില്ല എന്നെ, ഫേസ്ബുക്കിലൊക്കെ ചുമ്മാതെ ഓരോന്ന് ഈ അടുത്ത കാലത്ത് എഴുതി പിടിക്കുന്നുണ്ട്. അതൊക്കെ ഫേക്ക് നെയിംസ് എന്നല്ല, എല്ലാം ഈ ഭാഗത്തൊക്കെ ഉള്ള ആൾ തന്നെ, എല്ലാവരും അറിയാം. എന്തായാലും ഈ അമ്പലപ്പുഴ ആലപ്പുഴ ഭാഗത്തുള്ള ഗ്യാങ്ങാണത്. അവർക്ക് ചെറിയ പേരൊക്കെ ജില്ലയുടെ പല ഭാഗത്തും കാണുമെന്നേ ഉള്ളൂ. അതൊക്കെ എല്ലാവർക്കും അറിയാം. ആരാണെന്ന് ഞാൻ പറയാറില്ലേ, അത് അവർ നശിച്ചു അത്രയേ ഉള്ളൂ. അവരാണെന്ന് നാട്ടുകാർക്കറിയാം. ഞാനതൊന്നും പറയത്തില്ല. ഞാൻ ഒരാളെയും ഈ പാർട്ടിക്കകത്ത് പേര് വെച്ച് അലക്കത്തില്ല. എനിക്ക് എൻ്റെ ഇത്രയും കാലം അലക്കയില്ല വേണ്ടുന്നത്. എന്തെല്ലാം ദുഷ്ടത എന്നോട് കാണിച്ചു, എന്തെല്ലാം കാണിച്ചു. അന്തസ്സായി 11,000 വോട്ടിന് ഞാനിപ്പോഴത്തെ MLA ജയിപ്പിച്ചു കൊടുത്തു. ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ 11,000 വോട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാനൊരു 10-20 വർഷം അവിടെ പ്രവർത്തിച്ച് 2-3 തവണ MLA ആയപ്പോഴല്ലേ ഈ മുകളിലോട്ട് വന്ന വോട്ട്. ഞാൻ അവിടെ തന്നെ 126 വോട്ട് തോറ്റതല്ലേ 87 അതേ മണ്ഡലത്തിൽ. 5,000-ന് VS തോറ്റതല്ലേ, 2,000-ന് ചന്ദ്രനാനന്ദൻ തോറ്റതല്ലേ. ഇങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ ഞാൻ ആദ്യം 12 കിട്ടി, പിന്നെ 17 കിട്ടി, 23 കിട്ടി. എല്ലാം വളർച്ച വന്ന് പ്രവർത്തിച്ച് പല മേഖലകളിൽ വരുന്ന പല പല കാര്യങ്ങൾ ചെയ്ത് അതുകൂടെ ബോധ്യപ്പെട്ടപ്പോഴല്ലേ എതിരാളികൾ വോട്ടുകൂടെ വന്നത്. ഞാൻ തന്നെ സെക്രട്ടേറിയറ്റിൽ പേര് പറയുന്നത് മത്സരിക്കട്ടെ, അല്ലെങ്കിൽ ആരും പറയത്തില്ല പേര്, ഒരു മനുഷ്യനും പറയില്ല. അങ്ങനെ ഒരു പ്രോമിനൻ്റ് ക്യാരക്ടറായിരുന്നില്ല. 11,000 വോട്ടിന് ജയിച്ചു. തോറ്റു പോകുമെന്ന് പറഞ്ഞായിരുന്നത്. കണ്ടോ, ജയിച്ചതിന് ശേഷം എൻ്റെ പ്രവർത്തനത്തെ ആക്ഷേപിച്ചുകൊണ്ട് പെറ്റിഷൻ എഴുതി കൊടുത്തു. ആരെങ്കിലും ചെയ്യുമോ? പിണറായി തന്നെ എന്നോട് ചോദിച്ചു, കോടിയേരിയും ചോദിച്ചു. എന്നെ ഒരു താക്കീത് ചെയ്തിട്ടാണ് ചോദിച്ചത്. അതായത് എൻ്റെ കാര്യമൊന്നുമില്ല, ഒരു പരാതിയൊക്കെ വന്നത് അന്വേഷിച്ചു, അതങ്ങനെ പോയി. പക്ഷേ ജയിച്ചു കഴിഞ്ഞ് എന്തിനാ ആക്ഷേപം ഉന്നയിച്ചാൽ എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞു, താക്കീതും തന്നിട്ടല്ലേ ഇത് ചോദിക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല അത്. ഇതായിരുന്നു ആ 11,000 ജയിച്ചു. എന്നിട്ട് അന്വേഷിച്ചത് കഴിയും. എൻ്റെ കൂടെ ക്യാബിനറ്റ് ഇരുന്ന ആളാണ്. ശരിക്കാണോ അന്വേഷണം നടത്തിയത്? സത്യസന്ധമാണോ? അവിടെ എന്നെപ്പോലെ ഒരാളെ പറ്റി ഇത് പറയാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യുക. അദ്ദേഹമാണ് ഇവിടെ VS കൊണ്ട് മാറിയ ശേഷം പാർട്ടിയെ വളർത്തിയതെന്ന് പറഞ്ഞവരോടൊക്കെ കയർത്ത് സംസാരിച്ചു. ആരെയും കമ്മീഷൻ ഞാൻ ആദ്യമായിട്ടത് വെളിപ്പെടുത്തുന്നു. അത് ഞാൻ അത്ര പറയുന്നു. അപ്പോൾ അദ്ദേഹം 1.5 ലക്ഷത്തിന് തോറ്റില്ല, 1.5 lakhs അങ്ങനെ തോറ്റു. ആരെങ്കിലും ചെയ്തിട്ടാണ്? കഴിഞ്ഞ തവണ 85,000 ഉണ്ടല്ലോ കുറവ്. അപ്പോൾ ഈ വോട്ടങ്ങനെ നഷ്ടപ്പെട്ടത് തന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ വോട്ട് ചെയ്തില്ല, അത്രയേ ഉള്ളൂ. അല്ല വേറെ കാര്യമൊന്നും അതിനകത്തില്ല. ആരും ഒന്നും ചെയ്യുന്നതല്ല, അങ്ങനെ സംഭവിക്കും. അങ്ങനെ തന്നെ സംഭവിക്കും. എനിക്ക് 23,000 കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ 3 തവണ ജയിച്ചതിന് ശേഷം 4ാമത്തെ തവണ 2 തവണ ജയിച്ച് 3ാമത്തെ തവണയല്ലേ കിട്ടിയത്. ഞാൻ വെറും പാർട്ടി മെമ്പറായിരുന്നു. സലാമിനെ കയറ്റി ഇവിടെ എല്ലാം കൊണ്ടുവന്ന ശേഷം കിട്ടുമ്പം അയാൾക്ക് കുറച്ചു കാലം പ്രവർത്തിച്ചു. എന്നിട്ട് 11,000 കിട്ടിയില്ലേ. VS 5,000 കുറഞ്ഞ മണ്ഡലത്തിൽ. അതിലൊരു സന്തോഷം ഉണ്ടാവേണ്ട ഇതാണ് ചെയ്തത്. അത് എന്നെ ഒരുപാട് കാര്യം ചിന്തിപ്പിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞല്ലോ. എനിക്ക് വേറെ ഇടങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. ഓരോരുത്തർ പലതും ഞാൻ കാണിച്ചില്ല, കാണിക്കുന്ന പ്രശ്നമില്ല. പിന്നെ ഈ 3ാം എസ്റ്റേറ്റ് മാധ്യമത്തിനകത്തുള്ള കുറച്ച് ആളുകൾ, പൊളിറ്റിക്കൽ ക്രിമിനൽസുമായി കുറച്ചാളുകൾ കൈകോർത്ത് പിടിക്കുന്നത് ആലപ്പുഴയിൽ. അവരാണ്. എന്നോട് ചോദിക്കാത്തവരാരുമില്ല ഇല്ലേ. ഇന്ത്യൻ എക്സ്പ്രസ്സിന് പൊളിറ്റിക്കലായിട്ട് ആരോ ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. മനോരമയ്ക്ക് കൊടുത്തില്ല, മാതൃഭൂമിക്ക് കൊടുത്തില്ല, ഇതൊന്നും ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തില്ല. 3 വലിയ ഓൺലൈനുകാർ ചോദിച്ചു, ഞാൻ ആർക്കും കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാത്ത ഒരു എണ്ണത്തിന് കൊടുത്തപ്പോൾ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചോലായിപ്പോയി. എൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചു വാങ്ങിച്ചിട്ട് അത് സഹിക്കാൻ പറ്റില്ല. എങ്ങനെ വിശ്വസിക്കും? പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ അന്തസ്സുള്ള എനിക്കറിയാം ഹിന്ദുവൊക്കെ, അതുകൊണ്ട് ഞാനത് തരുന്നു. അല്ല ഞാൻ തരില്ലായിരുന്നു. 2021 ഇലക്ഷൻ മത്സരിക്കേണ്ടെന്ന് മാറ്റി നിർത്തിയപ്പോൾ വിഷമമുണ്ടായിട്ടുണ്ടോ? എന്തൊരു വിഷമം? എനിക്കെന്തിനാ വിഷമം? ഞാനല്ലേ ഇയാളുടെ പേര് പറഞ്ഞു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. സെക്രട്ടേറിയറ്റിൽ സലാമിൻ്റെ പേര് ഞാനല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലേ, ആരും പറയത്തില്ലല്ലോ. സുധാകരൻ പറഞ്ഞല്ലേ ഞങ്ങളത് ആ പേര് പരിഗണിക്കുന്നത്. എന്നോട് കോടിയേരി പറഞ്ഞതല്ലേ. അവർ വേറെ വല്ലവരും പരിഗണിച്ചാലും എനിക്കങ്ങനെ ഇല്ല. അദ്ദേഹത്തെ പറ്റി എല്ലാം എനിക്കറിയാമെങ്കിലും ഞാനവിടെ എൻ്റെ കൂടെ കുറേ കാലം പ്രവർത്തിച്ചതല്ലേ. അവിടെ ഉള്ളതിൽ അയാളാണ് സെക്രട്ടറി. അത് ജപിച്ചു. അപ്പോൾ എനിക്കത്രയേ ഉള്ളൂ. എനിക്കെന്തിനാ വിഷമം? എനിക്കെന്തൊരു വിഷമോ പറ. എനിക്ക് യാതൊരു വിഷമത്തിൻ്റെ പ്രശ്നമില്ല. എന്തിന്? അതല്ല അത് വേറെ, അത് അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് വിഷമമുള്ളതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഒഴിയാൻ 2020 മിനിസ്റ്ററുടെ ലാസ്റ്റ് പീരീഡിൽ തന്നെ ഞാൻ ഒഴിയാൻ തയ്യാറായിരിക്കുക. എൻ്റെ കുടുംബത്തിൽ ഞാൻ പറഞ്ഞു
അപ്പോൾ മകൻ പറഞ്ഞു ഒഴിവെന്ന് അങ്ങോട്ട് അപ്പോൾ 2 ടൈം കൊണ്ടുവന്നല്ലോ 2 ടൈം. ഇപ്പോൾ 1 ടൈമേ ഉള്ളൂ. ഇനിയിപ്പോൾ 1 ടൈം ഉള്ളവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല, അത് മാറ്റണം അടുത്ത തവണ. അല്ല ഇപ്പോഴത്തെ മന്ത്രിമാരെല്ലാം പോകും. അന്ന് 2 ടൈമാണ്. എന്നിട്ട് എന്തൊക്കെ എഴുതി പിടിപ്പിക്കുന്നത്? കിട്ടിയതെല്ലാം വലിച്ചു വാരുത്തത് ഞാനോ? 62 വർഷം പാർട്ടി വർക്ക് ചെയ്തു, എല്ലായിടത്തും പ്രവർത്തിച്ചു. 2 ടൈം എഴുതി ആരെല്ലാം ഉണ്ട്? ഞാൻ മാത്രമാണ്. ഒരു പൊളിറ്റിക്കൽ ക്രിമിനൽ ഗ്യാങ് ഈസ് ബീയിങ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ആലപ്പുഴ. സംബഡി ഈസ് ലീഡിങ് ഇറ്റ്. പക്ഷെ അവരൊക്കെ നശിച്ചു പോകും. ജനങ്ങൾക്കറിയാം. എല്ലാ സമുദായങ്ങളും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച മുസ്ലിം വോട്ടേഴ്സാണ്. എല്ലാവരും സഹായിച്ചു. മുസ്ലിങ്ങൾ എവിടെയുണ്ടോ ആ ബൂത്തല്ല എനിക്ക് മെജോറിറ്റി. എൻ്റെ ഒരു വിലയിരുത്തൽ ആലപ്പുഴ ജില്ല ഒരു വർഗീയതയില്ലാത്ത വിഭാഗം മുസ്ലിങ്ങളാണ്. മറ്റേ BJP പൊളിറ്റിക്സ് ഒരു വിഭാഗത്തിനുണ്ടല്ലോ, ഒരു വർഗീയത മുസ്ലിം ലീഗ് ഇല്ലല്ലോ. കായംകുളത്ത് മാത്രമേ ഉള്ളൂ 3 ലീഗ് മെമ്പർമാർ. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഒറ്റ മുസ്ലിം ലീഗ് മെമ്പറില്ല. പണ്ട് 9 പേരുണ്ടായിരുന്നു, ഒറ്റയാളും ഇല്ലല്ലോ. വോട്ട് കൊടുത്തില്ല. എല്ലായിടത്തും ഇടതുപക്ഷത്ത് ജയിപ്പിച്ചു കഴിഞ്ഞ മുനിസിപ്പൽ ഇലക്ഷനിൽ. സോ മുസ്ലിംസ് ആലപ്പുഴ ജില്ലയിൽ മുസ്ലിം ആയതുകൊണ്ട് അവർ വോട്ട് കൊടുക്കത്തില്ല. അവർ വോട്ട് കൊടുക്കണമെങ്കിൽ അവർക്ക് തോന്നണം. അതാണ് ഞാൻ പറഞ്ഞത്. നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ഞങ്ങളെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. ഇതൊക്കെ ഞാൻ ആഴത്തിൽ പഠിച്ച് വിലയിരുത്തുന്ന ഒരാളാണ്. എന്തെങ്കിലും മനസ്സിലാക്കി എന്തെങ്കിലും എഴുതി പിടിപ്പിക്കുക, അതെല്ലാം നാട്ടുകാർ വായിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലെ പൊതുവായിട്ടുള്ള ബൗദ്ധിക തലമെന്ന് പറയുന്നത് ഒരു ഇല്ലുമിനേറ്റിംഗ് അല്ലല്ലോ. ഒരു ഇല്ലുമിനേറ്റിംഗ് ഇൻ്റലക്ച്വൽ പൊളിറ്റിക്കൽ ലെവൽ കാണുന്നില്ലല്ലോ. സാറിന് ആലപ്പുഴയിൽ മത്സരിച്ചിരുന്നെങ്കിൽ മുസ്ലിം വോട്ട്സ് കിട്ടുമായിരുന്നു അല്ലേ? ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമായിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ മത്സരിക്കണമെന്ന് പറയുന്നത് തുല്യമല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതുവരെ മത്സരിച്ച എല്ലാ ഇലക്ഷനിലും മുസ്ലിം ബൂത്തിലല്ല എനിക്ക് മെജോറിറ്റി. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരുടെയും ഇലക്ഷൻ വോട്ടുണ്ട്. മുസ്ലിങ്ങൾ അവരുടെയാണല്ലോ ചിലപ്പോൾ കിട്ടാതെ വരുന്നത്. അതെല്ലാം ഉണ്ട്. ടിൻസിൻ്റെ ഉണ്ട്, ജീവരുടെ ഉണ്ട്, പിന്നെ നായർ, ഈഴവ ആൻഡ് ദളിത് നമുക്ക് തന്നെ പണ്ട് മുതൽ. അല്ല എല്ലാവരും 100-200ഓളം ബൂത്തുള്ള അമ്പലപ്പുഴ മണ്ഡലത്തിൽ 22 ബൂത്തോറ്റ UDF ലീഡ് ചെയ്തുള്ളൂ. എൻ്റെ എതിർത്ത ഒരു മുസ്ലിമാണ്, അറിഞ്ഞിരിക്കണം. ഷെയ്ഖ് പി ഹാരിസ്. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലാണ്. പാലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. എൻ്റെ സുഹൃത്ത് പി കെ സാഹിബിൻ്റെ കൊച്ചുമോൻ പി എ ഹാരിസിൻ്റെ മോനല്ലേ. ഒരു മുസ്ലിമാണ് മത്സരിച്ചത്. അപ്പോഴാണ് എനിക്ക് മെജോറിറ്റി ബൂത്തിൽ എനിക്ക് ഭൂരിപക്ഷം കിട്ടിയത്. അത് കൊടുത്തില്ല. വെറും 40,000 വോട്ടേ കിട്ടിയുള്ളൂ. കോൺഗ്രസിന് 50,000 ഉണ്ടായിരുന്നു എന്നോട് മത്സരിക്കുമ്പോൾ. വെറും 40 കിട്ടിയുള്ളൂ. ഈ ആലപ്പുഴയുടെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ VS-ന് ശേഷം പാർട്ടി ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തിയത് G. സുധാകരൻ. പക്ഷേ പാർട്ടി പലതവണ അച്ഛനൊക്കെ നടപടി നേരിട്ടിട്ടുണ്ട്. പാർട്ടി ആ രീതിയിൽ അങ്ങോട്ട് തിരിച്ച് അല്ല എന്നോട് വേറെ നടപടിയൊന്നുമില്ല. ഈ താക്കീതല്ല ഒന്നും ഉണ്ടായി. ഏറ്റവും അവസാനത്തെ ഈ താക്കീത് മാത്രമേ ഉള്ളൂ. ഒഴിവാക്കാമായിരുന്നു ഒരു ഇതായിരുന്നു. അല്ല താക്കീതല്ലാതെ ഒരു നടപടി എൻ്റെ പേരിലുണ്ടായിട്ടില്ല. അത് മാത്രം. അതൊന്നും താക്കീതിലൊന്നും പുറത്താക്കാനായിരുന്നല്ലോ ഉദ്ദേശം. ഈ ആരോപണം ഉന്നയിച്ചവരുടെയും കമ്മീഷൻകാരുടെയും ഉദ്ദേശം. പക്ഷേ കമ്മീഷനുള്ള വൈക്കമ്മീഷനോ TP രാമകൃഷ്ണനോ ഒരു ദോഷം ചെയ്തില്ല. കാര്യമാണ് അത് സംവിധാനം. അതായിക്കോട്ടെ. ഈ അറിയത്തില്ല എന്താണ് അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും. എനിക്കറിയില്ല. അതെന്തായാലും കഴിഞ്ഞല്ലോ. ഞാൻ അതിന്മേൽ സെൻട്രൽ കമ്മിറ്റിക്ക് അപ്പീൽ കൊടുത്തില്ലല്ലോ. എനിക്ക് കൊടുക്കേണ്ട ഒരു കാര്യം തോന്നില്ല. ചർച്ച കഴിഞ്ഞ് ഞാൻ ചർച്ച ചെയ്തപ്പോഴാണ് ഈ നടപടിയൊക്കെ ലഘൂകരിച്ച് പോയത്. ഞാനും കൈവക്കി നടപടിക്ക്. ഞാനും കൈവക്കിയാണ് അവിടെ. അല്ല ഞാൻ കൈ താത്തുണ്ട്. ഡിസൻറ്റ് പറഞ്ഞില്ല. അതിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാനും കരുതി. അത് കഴിഞ്ഞ് എന്നെ ഉടനെ പിണറായി വിളിക്കുക. നടപടി കഴിഞ്ഞ് വെളിയിലോട്ട് നാക്കിയത് കഴിഞ്ഞ് ഞാൻ ഏകദേശം വേണ്ടി പോയി റൂമിൽ പോയി. അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ അയാൾ എന്തിനാണ് ഈ പരാതി പറഞ്ഞത്? നമ്മൾ എനിക്കും അതെല്ലാം സംശയം. കോടിയേരി അപ്പുറത്ത് അദ്ദേഹം ഇത് തന്നെ ചോദിക്കുക. പോട്ടെ, ഞാനതൊക്കെ വിലക്ക് എടുത്തു. അത്ര ഞാൻ പറയുന്നുണ്ട്. ഇന്നും സഹ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പഴയ അത് ഒരു വ്യത്യാസം. എന്നെ വിളിച്ചല്ലോ ഇലക്ഷൻ കാലത്ത് വേണ്ടത്തേക്ക്. ഞാൻ പോയല്ലോ. എനിക്കത്ര യാത്ര ചെയ്യാൻ എങ്ങനെ ഞാൻ പോയി. ഇവിടെ ക്യാമ്പയിന് വന്നപ്പോൾ ട്രാവലർ ഹോട്ടലിൽ ഇരുന്നിട്ട് എന്നെ വിളിച്ച് വീണ്ടും ഞാൻ പോയല്ലോ. മുമ്പ് നിന്നെല്ലാം ചെയ്യണം. ഞാൻ പറഞ്ഞാൽ സംഘടനാപരമായി എനിക്ക് ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ 72 യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചു. അപ്പം ഞാനിവിടെ പ്രസംഗിച്ചില്ലായിരുന്നെങ്കിൽ എന്തായാലും എന്നുള്ള ഞാനിപ്പോൾ ഭീതിയോടെ ഓർക്കുക. ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ കുറച്ച് പേര് എന്തായാലും അഡീഷണലായിട്ട് ചെയ്യുമല്ലോ. ഇല്ലായിരുന്നെങ്കിലോ ഞാൻ പ്രസംഗിച്ചു 72. ഒരൊറ്റയാൾ അത്ര യോഗത്തിൽ പ്രസംഗിച്ചിട്ടില്ല. ഒരൊറ്റയാൾ. പിണറായി സാഹിബ് മേജറായ 3 വലിയ റാലി പ്രസംഗിച്ചു. അങ്ങനെ ഒരു പാർലമെൻറ്റ് 3 ചെയ്തത്. അദ്ദേഹം അങ്ങ് പോയി. പിന്നെ വലിയ ആൾക്കൂട്ടായിരുന്നു. ഞാനങ്ങ് ഉള്ളടക്കം വരെ പെരുമ്പളം ദ്വീപിൽ വരെ പോയി പ്രസംഗം. അവിടെ ഭൂരിപക്ഷം കിട്ടി. അവിടെ ആ 100 കോടി രൂപയുടെ പാലം ഞാൻ അന്ന് അനുവദിച്ച്
അത് പൂർത്തിയാകാൻ പോവാം. ആരിഫാണ് ആ പാലം ആവശ്യപ്പെട്ടത്. അതിന് ഒത്തിരി വികസനമൊക്കെ നടത്തി, അവിടെ ഇല്ലെന്ന് പറയാൻ പറ്റും. പക്ഷേ അവിടെ ഇപ്പോൾ 14,000 കുറഞ്ഞു. അപ്പോൾ വികസനം നടത്തിയിട്ട് വോട്ട് കുറഞ്ഞു. ഇത് എല്ലാവരും സ്റ്റഡി ചെയ്യേണ്ട ഒരു കാര്യമാണ്. CPM അങ്ങ് തകർന്നു പോയി എന്നുള്ളതല്ല, BJP അങ്ങ് പോകുന്നു എന്നുള്ളതൊന്നുമല്ല. ഹിന്ദു വർഗീയതയെ ചെറുക്കാൻ താല്പര്യമുള്ള എല്ലാവരും ചെറുക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ്.